നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത മത്സരത്തിൽ ബ്രസീൽ ക്രൊയേഷ്യ നേരിടുകയാണ്. ഈ മാസം 31-നാണ് കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ 1 പുലർച്ചെ 5:30 കളി. ഈ മത്സരത്തിനുള്ള ബ്രസീൽ സ്ക്വാഡിൽ ഇപ്പോൾ കോച്ച് കാർലോ ആഞ്ചലോട്ടി മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതായത് ഫ്രാൻസിനെതിരെ കളിക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്ക്വാഡിൽ നിന്ന് ഒരു മാറ്റം. അദ്ദേഹം ഒരു താരത്തെ സ്ക്വാഡിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഡിഫൻസിൽ ബ്രസീലിന് പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാമല്ലോ, അപ്പോൾ അത് പരിഹരിക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു കോളപ്പ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള വിക്ടർ റെയ്സിനെയാണ് ഇപ്പോൾ ടീമിലേക്ക് വിളിച്ചിരിക്കുന്നത്. മാർക്കിഞ്ഞോസിന് പരിക്ക് പറ്റി, ഫ്രാൻസിനെതിരെ കളിക്കാൻ പറ്റിയില്ല. അദ്ദേഹം അടുത്ത മത്സരം കളിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ബ്രസീലിൻ്റെ ഡിഫൻസിലുണ്ട്. ഈ ഘട്ടത്തിലാണ് യുവതാരം വിക്ടർ റെയ്സിനെ സ്ക്വാഡിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഒഫീഷ്യലായിട്ട് CBF അക്കാര്യം അറിയിക്കുന്നുണ്ട്. CBF പറയുന്നത് കാർലോ ആഞ്ചലോട്ടി കോൾഡ് അപ്പ് ഡിഫൻഡർ വിക്ടർ റെയ്സ് ഹു പ്ലേസ് ഫോർ ജിറോണ ഇൻ സ്പെയിൻ. അപ്പോൾ അടുത്ത മത്സരത്തിന് അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് വിളിച്ചിട്ടുണ്ട്. ജിറോണയിൽ കളിക്കുന്ന യുവതാരമാണ്. ബ്രസീലിൻ്റെ അണ്ടർ 17 ടീമിനോടൊപ്പം 2023 സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പിൽ കളിച്ച് കിരീടം ചൂടിയിട്ടുള്ള കളിക്കാരനാണ്. 20 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. സ്പാനിഷ് ലീഗിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ മികച്ച പ്രകടനം നടത്തുന്ന താരമായിട്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. വെള്ളിയാഴ്ച അദ്ദേഹം റിപ്പോർട്ട് ചെയ്യും, സ്ക്വാഡിനോടൊപ്പം റിപ്പോർട്ട് ചെയ്യും. അതായത് ഇന്ന് അവിടുത്തെ സമയം പറയുന്നത് ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹം സ്ക്വാഡിനോടൊപ്പം റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷം ശനിയാഴ്ചയിലെ ട്രെയിനിങ് സെഷനിൽ വിക്ടർ റെയ്സ് പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലി CBF അറിയിച്ചിട്ടുള്ളത്. ഏതായാലും യുവതാരം വളരെ മികവുള്ള കളിക്കാരനായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. പാൽമറാസിൽ മികച്ച പ്രകടനമാണ് അവൻ നടത്തിയിരുന്നത്. അതിനെ തുടർന്നാണ് അവനെ മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ വർഷം സ്വന്തമാക്കുന്നത്. ഇപ്പോൾ ലോണിൽ ജിറോണയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രസീലിൽ അണ്ടർ 16, അണ്ടർ 17 ടീമുകൾക്കൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ആളാണ് വിക്ടർ റെയ്സ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.